എത്ര കിലോ നെത്തോലി മീനിന് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെതുമ്പൽ തെറിക്കാതെ വെട്ടിയെടുക്കാം. അതിന് കത്തി വേണ്ട, കത്രിക വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകളും റെസിപ്പിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയ ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് റൊട്ടിക്കാണ് മാവ് വാട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ് ഈ റൊട്ടിക്ക്. മാവൊക്കെ വാട്ടുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കുഴയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഫങ്കി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. ഇതുപോലെ ഉരുളനായിട്ടുള്ള മൊന്തയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിനുശേഷം ആ ചൂടുള്ള മാവിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം. അതിനുശേഷം ഇതുപോലെ അമക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ മാവെല്ലാം കൂടെ നല്ലപോലെ ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചൂടോടുകൂടി റൊട്ടിക്കൊക്കെ മാവ് കുഴച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെറിയ ചൂട് മാറിക്കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ മാവിടെ കുഴഞ്ഞെടുത്തോട്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ചാട്ടയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കിടക്കാച്ചൊരു സൂത്രമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി. നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണിത്. അപ്പോൾ നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇറച്ചിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ അരി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്നായിട്ടൊരു കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ വരട്ടിയിട്ട് സമയം കളയേണ്ട കാര്യമില്ല. നിഷ്പ്രയാസം പെട്ടെന്ന് 5 മിനിറ്റുള്ളിൽ നമുക്ക് ഈ കറി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർന്ന മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇറച്ചിക്ക് വേണ്ട ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേർത്തിരിക്കണം. കരുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചി അതിലിട്ടതിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈരില്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്തിൽ വെക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എണ്ണ ഒഴിക്കാത്തത്. നിങ്ങൾക്ക് താളിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ എടുത്താൽ മതി. ആ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം 4 വിസിൽ അടുപ്പിച്ച് ഞാൻ ഇവിടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിന് പകരം ഈ അരി ഒരു സ്പൂൺ അരി നമ്മൾ കടുക് എടുക്കുന്ന അളവിൽ തന്നെ അരി എടുക്കുക. ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഈ അരി ഇട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില, വത്തലമുളക് ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ആ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തോടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ കറി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തിളപ്പിക്കുക ഒന്നും വേണ്ട. കറി ഇവിടെ റെഡിയായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണ്, അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും തിന്നാൻ വളരെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാനിവിടെ തേങ്ങാച്ചോറാണ് വെച്ചിരിക്കുന്നത്. ഈ തേങ്ങാച്ചോറിലേക്ക് ആ ചൂടോടുകൂടി തന്നെ കറിയും കൂട്ടി തേങ്ങാച്ചോറ് നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ കറി നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ അടിപൊളിയായിട്ട് കറി ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ തേങ്ങാച്ചോറും കൂട്ടി നമുക്ക് വേറെ നിറച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇതുപോലൊരു കവർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇങ്ങനെ മാവൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറാണ്, പാക്കറ്റ് കവറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കവർ നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു കവർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ എടുക്കുക. ഈ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എടുത്താലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതേ രീതിയിൽ 2 ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഈ കുറേയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു തിളക്കമല്ലേ നമ്മുടെ ഈ ഫോയിൽ പേപ്പറിന്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉരുളകളാക്കി കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കവറില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ, ആ ഒരു കവർ 1/2 കവറോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. നിറച്ചെടുക്കേണ്ട, അതിൻ്റെ കുറച്ച് ഭാഗം വെള്ളം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആ ഉരുട്ടി വെച്ചിരിക്കുന്ന അലുമിനിയം ഫോയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴക്കാലമായത് കാരണം കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അതുപോലെ പല്ലി, പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അതുപോലെ എലികളുടെ ശല്യവും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ വീടിൻ്റെ കതകിലോ അല്ലെങ്കിൽ ജനൽ കമ്പിയിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരിയുടെ കൊളുത്തിലോ നമുക്കിത് തൂക്കിയിടുവാണെങ്കിൽ രാത്രി ബെഡ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും രാത്രി
രാത്രി ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിനൊരു തിളക്കം ഉണ്ടാവും. ആ ഒരു തിളക്കം അടിച്ചിട്ട് ആ വശത്തോട്ട് പോലും കൊതുകോ എലിയോ പല്ലിയോ ഒന്നും വരത്തില്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അലമാരയുടെ കൊളുത്തിലാണ് കൊളുത്തി വെക്കുന്നത്. നിങ്ങൾക്ക് കതകിലാണെങ്കിലും കൊളുത്തിയിടാം, അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും എവിടെയെങ്കിലും കമ്പിയിൽ തൂക്കിയിടാം. അപ്പോൾ എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് തൂക്കിയൊന്ന് ഇട്ടിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിക്കാം. ഈ ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോഴാണ് ഇത് നല്ലപോലെ തെളിച്ചമായിട്ട് തിളങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഞാനിത് ഇപ്പം തന്നെ നമുക്കൊരു ഇതുണ്ട്, നല്ലൊരു തിളക്കമുണ്ട്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങളത് കണ്ടു നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തിളക്കമുണ്ട്. ഈ ഒരു തിളക്കം കാണുമ്പോഴത്തേക്ക് എലികളോ പല്ലികളോ അതുപോലെ കൊതുകോ ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി എത്ര കിലോ നെത്തോലി മീൻ നമുക്ക് നിഷ്പ്രയാസം വെട്ടിയെടുക്കാം. കത്തി വേണ്ട, കത്രിക വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അടിപൊളി ടിപ്പാണിത്. ഇനി എത്ര കിലോ മീനാണേലും നമുക്ക് തമ്മമാർ വിഷമിക്കേണ്ട, എത്ര കിലോ വേണേലും മേടിച്ചോളൂ. അതിൻ്റെ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്ത് നോക്കും. നല്ല റിസൾട്ടാണ്. ഈ ഒരു സൂത്രം മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ ചെതുമ്പിലൊന്നും തെറിക്കാതെ നമുക്ക് വെട്ടിയെടുക്കാനും പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കത്തി എടുത്തിട്ടില്ല, കത്രിക എടുത്തില്ല. പകരം എൻ്റെ ഈ കൈ കൊണ്ട് ഇതിൻ്റെ ഒരു മീനിൻ്റെ തലയിലേക്ക് നെക്കി പിടിച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള അഴുക്കും എല്ലാം വെളിയിൽ വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ വെളി വരുന്നതാണ്. അപ്പോൾ ഈ കൈ മാത്രം മതി. ഈ കൈ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. അഥവാ കത്തി കൊണ്ടൊന്നും കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മീൻ വെട്ടാൻ അറിയത്തൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കത്തി കൊണ്ടും കത്രിക കൊണ്ട് മീൻ വെട്ടാൻ പേടിയാണെങ്കിൽ ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് കൊടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഞാൻ അതിൻ്റെ തല ഫുള്ള് കളഞ്ഞ് അഴുക്ക് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലും അതിൻ്റെ സൈഡിലെ മുള്ളും പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രസത്തിനും കറി വെക്കാനും എല്ലാം ഉപയോഗിക്കുന്നതാണ് പുളി. വാളംപുളി എന്ന് പറയും, പിരിയംപുളി എന്ന് പറയും, പലയിടത്തും പല പേരാണ് ഈ പുളിക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുളി ഒരു നെല്ലിക്ക മുഴുപ്പിനെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെട്ടി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ആ ചട്ടിയിൽ, മൺചട്ടിയിൽ തന്നെ വേണം നമ്മൾ കഴുകിയെടുക്കാൻ. തേച്ച് കൊടുത്ത് നോക്കിയാൽ അതിൻ്റെ വാലും പോകുന്നതായിരിക്കും. അതുപോലെ ആ സൈഡിലെ മുള്ളും ചെതുമ്പലും എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഇതാണ്. നമുക്ക് ആ ഇതിലിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടുള്ളവർ ഒരു കുപ്പിയിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മീൻ ഇട്ടിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചെതുമ്പലും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലെ മുള്ളും എല്ലാം പോകുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ മീൻ ഫുള്ള് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് കഴുകി കാണിക്കാം. അപ്പോൾ ഈ പുളി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തിൻ്റെ ഉളുമ്പ് ഒരു സൈസ് വെള്ള കളറിലെ ഒരു സൈസ് ഉളുമ്പുണ്ട്. ഇതിൽ ആ ഒരു തിളക്കം പോലെയാണ് ഇരിക്കുന്നത്, വെള്ളി പോലെ അടിക്കുന്നത്. ആ ഒരു ഉളുമ്പാണ് അത്. അഴുക്ക് ഭയങ്കര ഉളുമ്പാണ് അത്. കളയാതെ കറി വെച്ചാൽ കൊള്ളത്തുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതേ രീതിയിലൊന്ന് കഴുകി, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ, ഞാനിത് ഫുള്ള് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ക്ലീൻ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒന്നുകൂടെ കഴുകാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കഴുകിയ വീഡിയോയ്ക്ക് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒന്നുകൂടെ കഴുകി വാരിയിട്ട് നമുക്ക് കറി വെക്കുകയോ പീര വെക്കുകയോ പൊരിക്കുകയോ ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ്. ഇനിയിപ്പം ഇങ്ങനത്തെ മീൻ മേടിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര വെട്ടാൻ ബുദ്ധിമുട്ടുള്ള വെട്ടി മടുത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലൊന്ന് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇന്നത്തെ ടിപ്സുകളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.